പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ദിവസം പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പുതുവർഷത്തിൻ്റെ 7 ദിവസങ്ങൾ, 6 ദിവസം ഞങ്ങൾ പിന്നിട്ട് 7-ാം ദിവസത്തിലേക്ക് ഇന്ന് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ ശിരെ പിടിക്കുന്നവരാക്കും. ഉടനെ അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. സ്നേഹനാഥനായ ഈശോയെ, പുതുവർഷത്തിൻ്റെ 7-ാമത് ദിവസമായി ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ഒരാഴ്ച മുഴുവൻ്റെയും അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശിഷ്യന്മാരെ പേരെടുത്ത് വിളിച്ചതുപോലെ ഈ വർഷം ഞങ്ങളെയും അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് വിളിക്കുന്നുവല്ലോ. ആ വിളിക്ക് എന്ന് മറുപടി നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, ഇത് പ്രത്യേകമായി ദൈവവിളി എന്നതിനേക്കാൾ ഉപരി അനുദിന ജീവിതത്തിലെ വിളിയോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ദൈവവിളിയുടെ അടിസ്ഥാന വചനങ്ങളാണ് എങ്കിൽ പോലും അതിൻ്റെ അപ്പുറം വിളിക്കുള്ളിലെ വിളി എന്ന് പറയുന്നത് പോലെ അനുദിന ജീവിതത്തിലെ ദൈവികമായ സ്വരം കൂടി കേട്ടുകൊണ്ട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഈശോ വിളിക്കുമ്പോൾ അവർ ഉടനടിയുള്ളൊരു പ്രതികരണം നടത്തുന്നുണ്ട്. ശിഷ്യന്മാർ വലകൾ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്നില്ല. ഉടനടി ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ മുതൽ, എന്നെ അനുഗമിക്കും എന്ന ആ ഒരു സ്വരം കേട്ടപ്പോൾ മുതൽ തങ്ങൾക്ക് ആശ്രയമായിരുന്ന, ഭയമായിരുന്ന ആ വലകൾ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാവുകയാണ്. ഈ വർഷം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന നന്മകൾ ചെയ്യാൻ നമ്മൾ മടിച്ചു നിൽക്കുന്നുണ്ടോ? നാളേക്ക് മാറ്റിവെക്കാതെ ഇന്നു തന്നെ ദൈവഹിതം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാം. എന്താണ് നമ്മുടെ ജീവിതത്തിലെ വലകൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ദൈവത്തെ അനുഗമിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന നമ്മുടെ സ്വാർത്ഥത, അലസത, ഭയം എന്നിവയാണ് നമ്മുടെ വലകൾ. അവ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈശോയുടെ പിന്നാലെ സ്വതന്ത്രമായി നടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ അവർക്ക് കൊടുക്കുന്ന വലിയൊരു കടമ ഇതാണ്: ഞാൻ നിങ്ങളെ
മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ളതാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയുടെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് ഈ വചനം ഓർമ്മിക്കുകയാണ്. മനുഷ്യരെ പിടിക്കുന്നവരാവുക, മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് ചേർക്കുന്നവരാവുക. ഈ വർഷം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു സുവിശേഷമായി മാറട്ടെ. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരു കാര്യം ഉപേക്ഷിക്കാൻ ഈ നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം. അത് അവിടുത്തെ വിളിക്കുള്ളൊരു പ്രത്യുത്തരമാണ്. സഭയിൽ പുതിയ ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി, യുവജനങ്ങൾ ദൈവവിളിയെ തിരിച്ചറിയാൻ വേണ്ടി, അത് തിരിച്ചറിഞ്ഞ ദൈവവിളിയിൽ സധൈര്യം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ സന്നിധിയിൽ ആ മക്കൾക്ക് വേണ്ടി കരുണയ്ക്കായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ വർഷം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും അങ്ങേക്ക് പ്രീതിയുള്ളാകുവാനായിട്ട്, ഈശോയ്ക്ക് പ്രീതിയുള്ള ജോലികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നാഥ, അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആത്മീയമായി തളർന്നു പോയവർക്കും തങ്ങളുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടവർക്കും പുതിയ പ്രത്യാശ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞൊരു വർഷക്കാലം വലിയ തീക്ഷ്ണതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പ്രത്യാശ നഷ്ടപ്പെട്ട, അങ്ങനെ ജീവിതത്തെക്കുറിച്ച് തന്നെ വീണ്ടും വിചാരത്തോടു കൂടിയിരിക്കുന്ന എല്ലാവരെയും, ലക്ഷ്യം നഷ്ടപ്പെട്ട എല്ലാവർക്കും പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്വരം കേൾക്കുവാനും ആ സ്വരത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളും പോരായ്മകളും അങ്ങേക്കറിയാമല്ലോ. ഈ വർഷം മുഴുവൻ അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ലോകം നൽകുന്ന ചിന്തകളിൽ, ലോകം നൽകുന്ന വേദനകളിൽ പരിഭ്രമിക്കാതെ, ആകുലപ്പെടാതെ അങ്ങയോട് അനുദിനം ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിനും അങ്ങയുടെ അനന്ത കാരുണ്യത്തിനും നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.